ഹലോ, ഇത് നമ്മുടെ യാമിൻകുട്ടിയുടെ ഫസ്റ്റ് ഡേ ഔട്ട് വീഡിയോ ആണ്. നമ്മൾ വന്നേക്കുന്നത് ഷാർജ ഡെസേർട്ട് പാർക്കിലേക്കാണ് കേട്ടോ. അതിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏട്ടൻ പോയിട്ട് ടിക്കറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതാണിപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം. അതിൻ്റെ എൻട്രൻസിൽ തന്നെ യാമിൻകുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കാണാനായിട്ട്. നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു വീഡിയോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതങ്ങനെ കണ്ടിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ യാമിൻകുട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ചിരിക്കണമൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കാണുന്നത് നമ്മൾ സ്നേക്കിൻ്റെ സെക്ഷൻസാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ സ്നേക്സിനെ തൊടാനൊക്കെ നോക്കുന്നുണ്ട് ആൾ. ഗ്ലാസ്സുമ്മ കൈ വയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്. ആൾക്ക് ഇപ്പോൾ കിട്ടണം. സ്നേക്കിനെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ആൾ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കിടക്കുമ്പോൾ നമ്മൾ എവിടെയോ പരിചയമുള്ളൊരു സ്നേക്കിനെ കണ്ടു. അതായത് നമ്മൾ പൃഥ്വിരാജിൻ്റെ സിനിമയിൽ കണ്ടില്ലേ, ആടുജീവിതം ഫിലിമിൽ കാണില്ലേ, ആ സ്നേക്ക് സെയിം ആണ് കേട്ടോ അവിടെ ഉള്ളത്. കൊച്ചു കൈയടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ, ക്ലാപ്പിങ്ങൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ലിസാർഡ്സിനൊക്കെ കണ്ടു. അവിടെ ലിസാർഡ്സിനൊക്കെ ഇട്ടുണ്ട് കണ്ടോ, വൈറ്റ് കളറിൽ സാൻഡിൽ കിടക്കണുണ്ട്. 2 ആൾ കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചു. ഒരു ഫോട്ടോ എടുത്തു. ആ സമയത്ത് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ. അപ്പോഴാണ് ഹസ്ബൻഡ് പൊക്കാരി സ്വീറ്റ്സ് എടുത്ത് തരുന്നത്. അതെടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്ഷനായ ലിസാർഡിൻ്റെ സെക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ലിസാർഡ്സിൻ്റെ ഏരിയ യാമിക്കുട്ടിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു കേട്ടോ. അത് കാരണം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല വീഡിയോസൊന്നും. കണ്ടോ, കൊച്ചിന് വാങ്ങിച്ച ഫാനാണ്. അപ്പോൾ ഹസ്ബൻഡൊക്കെ കാറ്റ് കൊണ്ട് നടക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഫ്രോഗിൻ്റെ സെക്ഷനിലേക്ക് എത്തി. ഫ്രോഗിനെ കണ്ടിട്ട് ഫ്രോഗ് കാണിക്കുന്ന പോലെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫിഷിൻ്റെ സെക്ഷനായിരുന്നു. അപ്പോൾ ഫിഷിനായിട്ട് ഭയങ്കര ക്ലാപ്പിങ്ങാണ്. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ ഫിഷ് ഉണ്ട്. അപ്പോൾ കണ്ടുപിടിച്ചുണ്ട് കൊച്ചിന് ഫിഷിനെ. അപ്പോൾ ഫിഷിന് ഇഷ്ടമാണ് കേട്ടോ ആൾക്ക്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഗ്രാസ് ഹോപ്പറിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അവിടെ നിന്ന് കുറച്ച് നീങ്ങുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത് അവിടെ ഓപ്പൺ സ്പേസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഓപ്പൺ സ്പേസിൽ നിറയെ ബേർഡ്സിനെ ഇട്ടേക്കാണ്. ഒരു വെറൈറ്റി ടൈപ്സ് ഓഫ് ബേർഡ്സിനെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ യാമിക്കുട്ടി റെഡി ആവാണ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ട്രോളിയിലൊക്കെ ഇരുന്ന് സെറ്റായി പപ്പേരെ കൂടെ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യാമിക്കുട്ടിക്ക് മതിയായി. യാമിക്കുട്ടി നേരെ പപ്പയിലേക്ക് ചാടി ട്രോളി ഞാൻ പതിയെ ഉന്തി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെമിംഗോസിൻ്റെ അടുത്ത് നിന്നിട്ടൊരു ഫോട്ടോ എടുത്തു. ഫ്ലെമിംഗോസിനെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരു ഫ്ലെമിംഗോനെ കാണാൻ പറ്റുള്ളൂ, എന്താണെന്നറിയില്ല. ഈ ഫ്ലെമിംഗോനെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ആക്ച്വലി അവരുടെ കളർ കോമ്പിനേഷനാണ് ദ ബെസ്റ്റ്. വൈറ്റിൽ ഒരു റോസ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരമായി കാണണം. അവിടെ നിന്ന് ഫ്ലെമിംഗോസിന് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ആളൊന്ന് ചാടാൻ നോക്കി വെള്ളത്തിലേക്ക്. എന്ത് ചെയ്യും ചാടാനായിട്ട്, പപ്പേരെ കയ്യിൽ നിന്നാണ് ചിന്തിക്കണ യാമിക്ക് അതിൽ ചാടും വേണം, അതിലുള്ള ബേർഡ്സിനെ പിടിക്കും വേണം. അതാണ് യാമിയുടെ ഒരു ഉദ്ദേശം. അതിനുശേഷം നമ്മൾ കാണുന്നത് ഡക്സിൻ്റെ ഷേപ്പിലുള്ള കുറച്ച് ബേർഡ്സിനെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഡക്സിനേക്കാളും കുറച്ച് സൈസുള്ള ഡക്സാണ് കേട്ടോ അത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഓപ്പൺ സ്പേസിലുള്ള അനിമൽസിനെയാണ് കേട്ടോ. മാന്, പിന്നെ ഒരുതരം ആടുകൾ, അങ്ങനെ കുറേ അനിമൽസിനെ അവർ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിന്നിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ഇതൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ. ഇതിന് ചുറ്റിലും അനിമൽസിനെ അവർ ഇട്ടേക്കാണ്. നിറയെ അനിമൽസ് ഉണ്ട്. നമ്മൾ യാമിക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെയാണ്. പക്ഷേ യാമിക്കുട്ടിക്ക് ഒന്നും മനസ്സിലാവണില്ല. അത് കുറച്ച് ദൂരം, കുറച്ച് ഫാറാണ് കേട്ടോ അനിമൽസ് നിൽക്കണത്. പിന്നെ ചൂട് കൂടുതലുള്ള കാരണം നല്ല ഉച്ച സമയമായിരുന്നു. അപ്പോൾ എല്ലാ അനിമൽസും ഓരോ ഗുഹയുടെ ഉള്ളിൽ ചെന്നിരിക്കുക. അപ്പോൾ അധികമൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ അകലെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു വൈറ്റ് കളറിൽ കുറച്ച് അനിമൽസ് നടക്കുന്നത്. അതിൻ്റെ പേരാണ് കേട്ടോ ഇംപാലാസ് എന്ന് പറയുന്ന അനിമൽസാണത്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ നമ്മൾ റെസ്റ്റോറൻറ്റിൽ സ്റ്റേ ചെയ്തു കേട്ടോ. കൊച്ചിന് കുറച്ച് ഫീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വെച്ചെടുത്ത പിക്സുകൾ. നെക്സ്റ്റ് നമ്മൾ മങ്കീസിനെ കാണാനാണ് കേട്ടോ വന്നേക്കുന്നത്. കുറേ മങ്കീസ് ഉണ്ടായിരുന്നേ. നെക്സ്റ്റ് നമ്മുടെ വോൾഫ് നല്ല സ്ലീപ്പിങ്ങിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീറ്റാനെ കണ്ടു. അപ്പോൾ യാമിക്കുട്ടി കുറച്ച് വാശി തുടങ്ങി. അപ്പോൾ വാശി മൈൻഡ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ യാമിക്കുട്ടീനെ എടുത്ത് ഓടണതാണ് കേട്ടോ.
അപ്പോൾ ഇതോടുകൂടി നമ്മുടെ അറേബ്യൻ വൈൽഡ് ലൈഫിൻ്റെ ഒരു സെക്ഷൻ ഫിനിഷ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ്. അവിടുത്തെ ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ഭയങ്കര ഒരു എഫക്റ്റാണ് ഫോറസ്റ്റിൻ്റെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഫോറസ്റ്റിൽ എങ്ങനെയാണോ സൗണ്ടുകൾ ഉണ്ടാവുക, വെള്ളത്തിൻ്റെ ആയാലും പക്ഷികളുടെ ചീവിടിൻ്റെ ഒക്കെ സൗണ്ട് അവരതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അവിടെ കാണുന്ന അവിടെ കാണുന്ന പ്ലാന്റ്സും ട്രീസും എല്ലാതും ഒറിജിനൽ പ്ലാന്റ്സും ട്രീസും. ഇത് കണ്ടോ, അവർ കാടുകളിൽ നമ്മൾ വലിയ തരത്തിലുള്ള വാഴകളൊക്കെ കാണില്ല, അതൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ തരത്തിലുള്ള വാഴകൾ, കുറേ പ്ലാന്റ്സുകൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് കേട്ടോ. യാമിക്കുട്ടിക്ക് ഭയങ്കര പേടിയാന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് ആൾ ഗ്ലാസ് ലിഫ്റ്റിൽ കയറുന്നത്. മുഖത്ത് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഫ്ലോർ മൊത്തം കാണാണ്. മരങ്ങൾക്ക് ഭയങ്കര ഹൈറ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഫ്ലോറിനേക്കാളും വലുതായിട്ടാണ് മരങ്ങൾ നിൽക്കുന്നത്. ചുറ്റിലും കുറേ തരം, എല്ലാതും ഡിഫറെൻറ്റ് വെറൈറ്റികളാണ്, വെറൈറ്റി ട്രീസാണ് നിൽക്കുന്നത്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. അത് എഫക്റ്റും എല്ലാം കൂടിയാകുമ്പോൾ നമുക്കൊരു ഫോറസ്റ്റിൽ ചെന്ന് നിൽക്കുന്ന ഒരു എഫക്റ്റാണ് കിട്ടുക. ഇതിപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. നമ്മുടെ ബാക്കിലുള്ളത് പൈൻ ട്രീ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് വന്നു. ലിഫ്റ്റിൽ താഴെ വന്നപ്പോൾ നമുക്കൊരു അമ്പൽക്കുളം കാണാൻ പറ്റും കേട്ടോ, ചെറുത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കൊരു ട്രീ കാണിച്ചു തരാം. പ്ലാന്റ് കാണിച്ചു തരാം. നമ്മൾ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ നമ്മുടെ വീഡിയോൻ്റെ താഴെ. നമ്മുടെ യാമിക്കുട്ടിക്ക് ചെറുതായി ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.